ഇതെന്നത്. ശ്രീ ആർ വി ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, നമ്മുടെ സ്കൂളുകൾ അത് സെക്യുലർ ആകണം, മതപ്രാർത്ഥനകൾ ഒഴിവാക്കണം എന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത്. അന്യമതങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റ് മതങ്ങളിലെ കുട്ടികളെ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ആ നിലയിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ മാറണം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടത് മതപ്രാർത്ഥനയല്ല, സർവ്വമത പ്രാർത്ഥനയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ പറഞ്ഞു, അദ്ദേഹം സ്കൂളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സർക്കാർ സ്കൂളുകൾ മാത്രമല്ല എല്ലാ സ്കൂളുകളും ബാധകമാണ് എന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്തുള്ളത്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നാണ്. അതിനോട് ചേർത്താണ് അദ്ദേഹം ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് അന്ധവിശ്വാസമാണെന്ന് അദ്ദേഹം അർത്ഥമാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ അദ്ദേഹം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതായിട്ട് പറഞ്ഞത്. അപ്പൊ ഈശ്വര പ്രാർത്ഥന അന്ധവിശ്വാസമാണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? അത് അപർണ ചോദിച്ചതായിട്ട് എനിക്ക് അറിയില്ല. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് അന്ധവിശ്വാസമാണോ? ശ്രീ ആർ വി ബാബു, അത് വേണമെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മുടെ സ്കൂളുകൾ ഈ മതപരമായ പ്രാർത്ഥനകൾ ഉണ്ടാകാൻ പാടില്ല, കാരണം അവിടെ വ്യത്യസ്ത മതങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഇടമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരു മതപ്രാർത്ഥന അവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നതാണല്ലോ. ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാമല്ലോ. നോക്കൂ, നമ്മുടെ ഈ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ പ്രാർത്ഥന മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ ചൊല്ലേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതാണ് നല്ലത്, അതൊരു സംശയമില്ല. പക്ഷെ ഈ മതവുമായി ബന്ധപ്പെട്ടതും പലപ്പോഴും നമ്മുടെ ഭാരതീയമായ സംസ്കാരവുമായി ബന്ധപ്പെട്ടതിനുമൊക്കെ മതത്തോട് ചേർത്ത് നിർത്തി ചിന്തിക്കുമ്പോൾ അത് പലപ്പോഴും ഫിറ്റാവാതെ വരും. ഇപ്പോ ഭാരതം എന്ന പേര് തന്നെ നിങ്ങൾ നോക്കൂ, അത് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കാരണം അത് ഭരതൻ രാജ്യം ഭരിച്ചുകൊണ്ടാണ്. ഭരതൻ ആരാണ്? അത് മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. അപ്പൊ ഭാരതം എന്നുള്ള പേരോ? അപ്പൊ നമുക്ക് പറഞ്ഞത് ഇതിനെ മതവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുമോ? അതിനെ യഥാർത്ഥത്തിൽ എന്തുമായിട്ടാണ്? അത് നമ്മുടെ നാടിന്റെ സംസ്കാരം, പൈതൃകം, ഇതുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ ഈ മതമാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന സാഹചര്യമാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? അതും വ്യക്തമാവേണ്ടതുണ്ട്. അതായത് മതമാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ മാനബിന്ദുക്കളെ ഒക്കെ ഒഴിവാക്കുന്ന തരത്തിൽ ഇപ്പൊ നിലവിളക്ക് കൊളുത്തുന്നത് ഒരു ഹൈന്ദവ പാരമ്പര്യമാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യമായിട്ട് അത് ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതെല്ലാവരും ചെയ്യുന്നു. അത് ക്രൈസ്തവരും ചെയ്യുന്നുണ്ട്. ഇപ്പോ വ്യാപകമായിട്ട് ക്രൈസ്തവരുടെ പള്ളികളിൽ പോലും നിലവിളക്ക് ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ അതിന് തടസ്സമായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ആ വിശ്വാസം പുലർത്താത്തത്. അവർക്ക് നിലവിളക്ക് കൊളുത്താൻ തീർച്ചയായും ആർ വി ബാബു, അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ നമ്മൾ തുടർന്ന് വരുന്നുണ്ട്. അതെല്ലാം മതനിരപേക്ഷമാണോ എന്ന് ചോദിച്ചാൽ അല്ലാതാനും. നമ്മളിവിടെ വളരെ സ്പെസിഫിക് ആയി സംസാരിക്കുന്നത് വിദ്യാലയങ്ങളിലെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ. അവിടെ നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലാണെങ്കിൽ അവിടെ ആ മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകാറുണ്ട്. അവിടെ എല്ലാ മതസ്ഥരായ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഇടമാണ്. പക്ഷെ അവിടെ അങ്ങനെയാണ്. ഇപ്പോൾ സരസ്വതി വിദ്യാലയം പോലെയുള്ള സ്ഥാപനങ്ങൾ എടുത്താൽ അവിടെ ഈ രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. അവിടെ മറ്റ് മതങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഇടമാണ്. ഈ ഒരു വിഷയമാണ് മന്ത്രി വളരെ സ്പെസിഫിക് ആയി തന്നെ പറയുന്നത്. അപ്പോൾ മറ്റ് മതങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായ പ്രാർത്ഥന അവിടെ ചൊല്ലി അത് മറ്റു കുട്ടികൾ ചൊല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നതാണ്. ആ വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാമല്ലോ. അങ്ങനെ ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം വരുമ്പോൾ അതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അവിടെയാണ് പ്രശ്നം. സരസ്വതി വിദ്യാലയ സ്കൂളിൽ അവിടെ ചൊല്ലുന്ന പ്രാർത്ഥന മതത്തിന്റെ പ്രാർത്ഥനയാണോ സാംസ്കാരികമായൊരു പ്രാർത്ഥനയാണോ? അവിടെ ദീപജ്യോതി പരംജ്യോതി, ദീപജ്യോതി ജനാർദ്ദന എന്ന് പറയുന്നുണ്ട്. അത് ദീപത്തെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും അത് വെളിച്ചം അറിവിനെ പ്രതിനിധീകരിക്കുന്ന ആശയമാണ് പ്രചരിപ്പിക്കുന്നതിലൂടെ. അപ്പൊ അത് മതമായിട്ട് കണക്കാക്കുമോ? അത് മതമാണെന്നുള്ള രീതിയിൽ വിലയിരുത്തുമോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വളരെ സങ്കീർണമാണ് മന്ത്രിയുടെ അഭിപ്രായം. ജനാർദ്ദന എന്ന് പറയുന്നത് ദൈവമാകുമ്പോൾ അത് ഏത് രീതിയിലുള്ള പ്രാർത്ഥനയാണ്? സംസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ടതല്ലല്ലോ. അല്ല, അത് അവിടെയാണ് ഇപ്പൊ ഞാനതാ പറഞ്ഞേ. ഇപ്പൊ വിദ്യയുടെ ദേവതയായിട്ട് സരസ്വതിയെ സങ്കല്പിക്കുന്നു. സരസ്വതി എന്നുള്ളത് വിദ്യാദേവതയായിട്ട് സങ്കല്പിക്കുന്നു. അപ്പൊ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ബന്ധപ്പെട്ടതല്ലേ? നോക്കൂ, സരസ്വതി വിദ്യാലയം സ്കൂളിലെ സരസ്വതി എടുത്ത് മാറ്റേണ്ടി വരുമോ?
അത് മതനിരപേക്ഷ ആവില്ലല്ലോ. സരസ്വതി വിദ്യാലയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സരസ്വതിയെ സംബന്ധിച്ച് സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് മതനിരപേക്ഷമല്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന മാറ്റേണ്ടി വരുമോ? ശരി, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, മതവും സംസ്കാരവും ഇത് വളരെ സങ്കീർണമാണ് ഈ വിഷയം. വളരെ സങ്കീർണമായ വിഷയമാണ്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് മന്ത്രി സംസാരിച്ചതുമെന്ന് മനസ്സിലാകുന്നു. അത് സങ്കീർണമായ വിഷയമാണ് എന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. നമുക്കറിയാം, കാലാകാലങ്ങളായി എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നു അപ്പോൾ തന്നെ വ്യാപകമായ എതിർപ്പും പ്രശ്നങ്ങളും ഒക്കെ പല കോണിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോളൂ. അതായത് ഇത്ര വലിയ ആത്മാർത്ഥത ഈ ഗവൺമെന്റിന് ഉണ്ടായിരുന്നുവെങ്കിലേ മതമില്ലാത്ത ജീവൻ പിൻവലിക്കേണ്ടി വരുമായിരുന്നില്ല. മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠപുസ്തകം പോലും പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മന്ത്രിക്ക്. അത് ഓടി വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. ആരാണ് എതിർത്തത്? അത് ഇപ്പോഴുള്ള ഒരു കോണ്ടെക്സ്റ്റ് നോക്കൂ. സുംബ എന്ന ഒരു എക്സസൈസ് സ്കൂളുകളിൽ നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെതിരെ ചില മതവിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുയർന്നു. പക്ഷേ സർക്കാർ തീരുമാനിച്ചതുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു പാസ്റ്റ് നമുക്കുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ എടുത്ത തീരുമാനം അതുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ എത്തി നിൽക്കുന്നത്. അവിടെയാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ